ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. കൂന്തൽ കെട്ടിൽ മുല്ലമാലയും മേലെ ചാത്തി. കൂന്തൽ കെട്ടിൽ മുല്ലമാലയും മേലെ ചാത്തി. കുങ്കുമ പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി. കുങ്കുമ പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. പട്ടുക്കോവിനം കെട്ടി നല്ല മഞ്ഞ പൊഞ്ചേല ചുറ്റി. കാലിൽ ചിലമ്പണിഞ്ഞോ കയ്യിൽ കാളിമേക്കുന്ന കോലം. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. പാലയ്ക്കാമോതിരവും വനമാലയും ചാത്തിക്കണ്ണൻ. ഏലസും പൊന്തിലമ്പും പൊന്നിൻ കുഞ്ഞിനെയും കിളക്കി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ഉണ്ണിക്കാൽ കൊണ്ടു താളം മെല്ലെ വച്ചു നടന്നു കണ്ണൻ. പുണ്യമാമമ്പാടിയും പരിപൂർണമാമമ്പാടിയും. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. അമ്പാടി കണ്ണിലുള്ള കൊച്ചോ കണ്ണനെ കണ്ടിടുകിൽ ജന്മം സഫലമാവും നരജന്മം സഫലമാവും. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. വേദാന്ത പൊൻകടിരേ എന്റെ ആനന്ദത്തിൻ കുഴമ്പേ. പാദരവിന്ദം തൊഴാം എനിക്കാധാരം നീയേ ദേവാ. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി. കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ബലരാമനും ബാലരുമായി. ബലരാമനും ബാലരുമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവ വിഗച്ഛേത്. സമിത്വാണി ശ്രോത്രിയം ബ്രഹ്മണിഷ്ഠം. ഉപനിഷത്തിൽ എന്താണ് പറയുന്നു? ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളെ കാണുമ്പോൾ ഒരു ജീവൻ ഇനി ദുഃഖിക്കേണ്ട. ദുഃഖമില്ലാതെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനം ഉണ്ടാവണം. ദുഃഖം എനിക്കില്ലേ പറഞ്ഞാൽ വേറെ ദുഃഖിക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്കില്ലേ പറഞ്ഞാൽ എങ്ങനെ ഇല്ലാതാവും? ദുഃഖം നമുക്കില്ലേ? ശരിക്കും നമ്മുടെ മനസ്സിലാണ് ദുഃഖം. ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? ഉറങ്ങുമ്പോൾ ഒരാൾക്കും ദുഃഖമില്ല. ഏറ്റവും വലിയ ദുഃഖം ഒരു അച്ഛന്മാർക്ക് കുട്ടി മരിച്ചാൽ വലിയ ദുഃഖമാണ്. പക്ഷേ അവർ ഉറങ്ങുന്ന സമയത്ത് ആ ദുഃഖമില്ല. ഉണർന്നാലേ ദുഃഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ദുഃഖം മനസ്സുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം മനസ്സില്ലെങ്കിൽ ദുഃഖമില്ല. പിന്നെ മനസ്സ് നിയന്ത്രിച്ചവർക്കും ദുഃഖമില്ല. അപ്പോൾ ആ ജ്ഞാനം കിട്ടണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചെല്ലണം എന്നാണ് ഉപനിഷത്ത് പറയുന്നു. പക്ഷേ ഇവിടെ ഭാഗവതത്തിലും രാമായണത്തിലും നോക്കുമ്പോൾ ശിഷ്യൻ ഗുരുനാഥനെ തേടി ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗുരുനാഥൻ ശിഷ്യനെ തേടി വരണം.
ഭാഗവതത്തിൽ ആദ്യം നാരദൻ വ്യാസനെ തേടി വന്ന് ഉപദേശിക്കുന്നു. അതേ നാരദൻ വാൽമീകിയുടെ അടുത്ത് വന്ന് ഉപദേശിക്കുന്നു. ഇവിടെ ശുകാചാര്യൻ പരീക്ഷത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. അപ്പോഴാണ് ശുകാചാര്യൻ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ 7 ദിവസം കൂടുതലാണ്. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത് ഔത്താനപാതി ശിശുഃ. നാരായണ ഭട്ടത്തിൻ്റെ സുഹൃത്തായി ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ചേലപ്പറമ്പ് എന്നാണ് പറയും. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പേര് സാലപ്പറമ്പാണ് പേര്. സാലം പറഞ്ഞാൽ തേക്ക് മരം കൂടുതൽ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഉണ്ടായിരുന്നു. ഈ സാലപ്പറമ്പ് പറഞ്ഞപ്പോൾ ചേലപ്പറമ്പായി. പറമ്പിൽ ചിലപ്പോൾ ചേലയിട്ടുണ്ടാവും. എന്തായാലും സാലപ്പറമ്പാണ് ഒറിജിനൽ പേര്. ഈ സാലപ്പറമ്പ് പറയുന്ന ആ മഹാത്മാവ് നാരായണ ഭട്ടത്തിനൊപ്പം പഠിച്ച ആളാണ്. പക്ഷേ എന്ത് ചെയ്തു, പഠിച്ചിട്ട് പിന്നെ അദ്ദേഹം ഭഗവാന്റെ വഴിയിൽ വന്നില്ലേ. അദ്ദേഹം ഒരു ദാസീലോലനായി അവിടെ തന്നെ കിടക്കുന്നു. പക്ഷേ എല്ലാ ദിവസവും ഗുരുവായൂരിൽ നാരായണ സരസിൽ മുങ്ങി കുളിക്കാൻ പറയും. അവിടെ എണ്ണ ഒക്കെ തേപ്പിക്കാൻ 4-5 സ്ത്രീകളുണ്ടാവും. നല്ല എണ്ണ തേച്ച് സുഖമായിട്ട് നാരായണ സരസിൽ കുളിക്കും. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് വരാറില്ല, നേരെ വീട്ടിലേക്ക് ചെല്ലും, ദാസി വീട്ടിലേക്ക്. അപ്പോൾ ഒരു ദിവസം ഭട്ടത്രി നോക്കി പറഞ്ഞു, ഇവിടെ ക്ഷേത്രം കുളമറ പറഞ്ഞ നീ ഒന്നും ഗുരുവായൂരിനെ കണ്ടുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി. പറയേണ്ട ആൾ പറഞ്ഞാലേ നമുക്ക് ഉള്ളിൽ തട്ടുള്ളൂ. അപ്പോഴാണ് ഈ സാലപ്പറമ്പ് ആലോചിച്ചു, എന്തായാലും ഞാനും ഭട്ടതിരി ഒന്നിച്ച് പഠിച്ചിട്ടും എന്താ പ്രയോജനം, ഞാൻ ഇത്രയും ദിവസം വേസ്റ്റാക്കില്ലേ വിചാരിച്ച് ഭഗവാന്റെ മുമ്പിൽ വന്ന് ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചു. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത് ഔത്താനപാതി ശിശുഃ സപ്താഹേന നൃപഃ പരീക്ഷിതബല യാമാർത്ഥത പിംഗള ഖട്വാംഗോ ഘടികാദ്വയേന നവതി പ്രായോപി തന്നവ്യതേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാതോഷയേ. നാരായണ ഭട്ടത്തിരി ഒരു 1000 ശ്ലോകം രചിച്ചു. 1000-ന് മേലെ നാരായണീയമായിട്ട്. ഇദ്ദേഹം ഒരു ശ്ലോകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ശ്ലോകത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നു? അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത്. ഒരു 6 മാസം തപസ് ചെയ്ത് ധ്രുവകുമാരൻ ഭഗവാനെ പ്രാപിച്ചു. ഔത്താനപാതി ശിശു. പിന്നെ പരീക്ഷത്തിന് 6 മാസം വേണ്ടി വന്നില്ലേ. സപ്താഹേന നൃപ പരീക്ഷിത് 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. പിന്നെ യാമാർദ്ധത പിംഗള, ഏകാസ്തത്തിൽ വരുന്ന കഥയാണ്. പിംഗള പേരുള്ള വേശി ഒരു അരയാമം കൊണ്ട് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ഭാഗത്തിലെത്തി. പിന്നെ ഖട്വാങ്കൻ എന്ന പേരുള്ള രാജാവിൻ്റെ കഥ ഇവിടെ പറയുന്നുണ്ട് ശുകാചാര്യനും. ഖട്വാങ്കോ ഘടികാദ്വയേന, ഒരു മുഹൂർത്തകാലം ഖട്വാങ്കൻ പേരുള്ള രാജാവ് ദേവന്മാർക്ക് സഹായിക്കാൻ വേണ്ടി യുദ്ധത്തിന് ചെന്നു. അപ്പോൾ ദേവന്മാർ എന്താണ് വരം വേണം ചോദിച്ചപ്പോൾ എനിക്ക് ആയുസ് ബാക്കി എത്രയാണ് ചോദിച്ചു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഒരു മുഹൂർത്തം മാത്രമേ ആയുസ് ഉള്ളൂ, ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ. ഇത് പറഞ്ഞ അടുത്ത ക്ഷണം അദ്ദേഹം ദേവവിമാനം മേടിച്ച് വേഗം ഹരിദ്വാരത്തിൽ എത്തി. ഹരിദ്വാര ക്ഷേത്രത്തിൽ എത്തി അവിടെ ഭഗവാനെ ഭജിച്ചു. മുഹൂർത്തമായു ജ്ഞാത്വേത്യം മുഹൂർത്താത് സർവമുത്സൃജ്യ ഗതവാൻ അഭയം ഹരിം ഖട്വാംഗോ നാമ രാജർഷി ജ്ഞാത്വാ ഇയത്താം ഇഹ ആയുഷഃ. ഇഹ പറഞ്ഞാൽ ഇവിടെ ഭൂലോകത്തിലാണ് കർമ്മഭൂമി. അതുകൊണ്ട് വേഗം ഭൂലോകത്തിൽ എത്തി. ഇവിടെ നിന്ന് ഭഗവാന്റെ നാമം ജപിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ നാമം ജപിച്ച് ഭഗവാനെ പ്രാപിച്ചു. ഇവിടെ ആ സാലപ്പറമ്പ് പറയുന്നു, 90 പ്രായോപി, എനിക്ക് 90 വയസ്സായി, എന്നിട്ടും എനിക്ക് ഇന്നും
വൈരാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ ഭഗവാന്, ഇനി ബാക്കി ആയസം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ശേഷായുഷ തോഷയേ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും നമസ്കരിച്ചു. പിന്നെ എഴുന്നേറ്റിട്ട് അവിടെ തന്നെ അദ്ദേഹം ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. ഇതാണ് ക്ഷണസങ്കേത സാധുഷു, ഒരു അരക്ഷണം സത്സംഗത്തിൻ്റെ മാഹാത്മ്യം. ഭട്ടത്രി പറഞ്ഞു കൊണ്ട് ഗുരുവായൂരിനെ കണ്ടുപോയിക്കോളൂ. അങ്ങനെ ഭട്ടത്രി പറഞ്ഞ ശേഷം ഈ സാലപ്പറമ്പു അവിടെ വന്ന് നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. അതാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടില്ലേ, നിനക്ക് 7 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സുഖാചാര്യൻ 2 വിധമായ ധ്യാനത്തെക്കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നു. കണ്ണ് തുറന്നും ഭഗവാനെ ധ്യാനിക്കാം, കണ്ണടച്ചും ധ്യാനിക്കാം. കണ്ണ് തുറന്ന് എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വരുന്നവരും പോകുന്നവരും ഒക്കെ കാണില്ലേ, മരം ചെടി കൊടിയൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നു, ചെടി കൊടികളെ കാണുമ്പോൾ ഭഗവാന്റെ രോമങ്ങളായി സങ്കല്പിച്ചോളൂ, മേഘങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ കേശങ്ങളായി സങ്കല്പിച്ചോളൂ. ഇങ്ങനെയൊക്കെ പറയുന്നു. വിരാട് സ്വരൂപ വർണ്ണം. പാതാളം മുതലുള്ള ലോകങ്ങൾ 7, ഭൂമിക്ക് മുകളിലുള്ള 7 14 ലോകം ഭഗവാന്റെ ഒരു രൂപമായിട്ട് ഇവിടെ കൽപ്പിക്കുന്നു. പർവ്വതങ്ങളൊക്കെ ഭഗവാന്റെ അസ്ഥികളായിട്ടും നദികളൊക്കെ ഭഗവാന്റെ നാഡികളായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ധ്യാനം. ചില ഭക്തന്മാർ എന്ത് കണ്ടാലും അത് ഭഗവാനായിട്ട് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലൊരു ഭക്തൻ ഉണ്ടായിരുന്നു, ഒരു മഹാത്മാ ജ്ഞാനി, ഭാരതീയാർ എന്നാണ് പേര്. അദ്ദേഹം പാടുന്നു, കാക്കൈ ചിരകിനീലേ നന്ദലാലാവുന്തൻ കരിയനിതം തോன்றுதைய நந்தலாலா, பார்க்கும் மரங்கள் எல்லாம் நந்தலாலா உந்தன் பச்சை நிறம் தோன்றுதையா நந்தலாலா, கேட்கும் ஒளியிலெல்லாம் நந்தலாலா உந்தன் ഗീതം ഇസൈക്കുതടാ നന്ദലാല. കാക്കയെ കാണുമ്പോഴും കൃഷ്ണ നിന്റെ ഓർമ്മ വരുന്നു. നമുക്കൊക്കെ കാക്കയെ കാണുമ്പോൾ ശനീശ്വരൻ്റെ ഓർമ്മ ഉണ്ടാകും. ഇദ്ദേഹം മരങ്ങളെ കാണുമ്പോഴും ഭഗവാന്റെ രൂപം വിചാരിക്കുന്നു. ആരെങ്കിലും ഒരു വേണുഗാനം ഓടക്കുഴയുടെ ഒരു വിളി കേട്ടാൽ കൃഷ്ണൻ തന്നെ വിളിക്കുന്നു അദ്ദേഹം വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നു, തീക്കുൽ വിരലൈ വൈത്താൽ നന്ദലാലാ ഉന്നൈ തീണ്ടും ഇൻപം തോன்றுதைയ നന്ദലാലാ. തീക്കുള്ള വിരൽ വയ്ക്കുമ്പോഴും കൃഷ്ണൻ എന്നെ സ്പർശിക്കുന്ന ആനന്ദം കിട്ടുന്നു. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാരണം? പൂജ ചെയ്യുമ്പോൾ അറിയാതെ വിളക്കൽ കൈവിടുന്നത് നമുക്ക് കൊള്ളുന്നു, അല്ലെങ്കിൽ ചന്ദനത്തിനെ കൊണ്ട് സ്പർശിച്ചാൽ തന്നെ നമുക്ക് ചൂടാവുന്നു. ഇതാണ് മഹാത്മാക്കളുടെ അനുഭവം. ഹനുമാന്റെ വാലിൽ തീ വെച്ചപ്പോൾ രാവണൻ ഹനുമാനക്ക് തീ ചൂടിയില്ല മാത്രമല്ലേ, അത് തണുപ്പായി കൂടി മാറി. അതാണ് ജ്ഞാനികളുടെ ഒരു മഹിമ. അങ്ങനെ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് കാണാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വിഭൂതി യോഗം തന്നെ ഉപദേശിക്കുന്നു. എല്ലാ മരങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കാത്തവർ ആദ്യം ആൾത്തറയിൽ നിന്ന് തുടങ്ങിക്കോളും. ആൾത്തറയെ കാണുമ്പോഴെങ്കിലും മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിനെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. സായിബുമാർ ചോദിക്കും ചിലപ്പോൾ, ഈ മരങ്ങളെയും പാമ്പുകളെയും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും നമിക്കുന്നു, വിഡ്ഢികളാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറയും. പിന്നെ കൊറോണ വന്ന ശേഷം അവർക്ക് മനസ്സിലായി. കാരണം ഈ ആൾത്തറയിൽ നിന്നും തുളസി ചെടിയിൽ നിന്നാണ് കൂടുതൽ ആക്സിജൻ കിട്ടുന്നു. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ അത് പോറ്റി ഭജിക്കുന്നു. കാരണം ആൾത്തറയുടെ അടുത്ത് ചെല്ലുമ്പോൾ രോഗപ്രതിഷേധ ശക്തിയും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ആൾത്തറയുടെ താഴെ ഒരു 10,000 കുടത്തിൻ്റെ വെള്ളം അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഒരു നദീതീരത്തിലും കുളത്തിൻ്റെ അടുത്തും ആൾത്തറ പ്രതിഷ്ഠിക്കാൻ എന്താ കാരണം? ആ വെള്ളം സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു തൊട്ടി പോലെയാണ്, ഒരു വെള്ളത്തിൻ്റെ ഒരു സാധനം പോലെയാണ്. അതുകൊണ്ടാണ് ആൾത്തറയെ കാണുമ്പോഴെങ്കിലും നമസ്കരിച്ചോളൂ, ഒരു തുളസിച്ചെടിയെ കാണുമ്പോഴെങ്കിലും കൂടെ നമസ്കരിക്കൂ. എല്ലാ പക്ഷികളിലും ഭഗവാനെ കാണാൻ പറ്റാത്തവർ ഒരു ഗരുഡ പക്ഷിയെ കാണുമ്പോഴെങ്കിലും ഭഗവാനായിട്ട് നിന്ന് തൊഴുതോളൂ. എല്ലാ മൃഗങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കാത്തവർ ഒരു പശുവിനെ കാണുമ്പോഴെങ്കിലും ഒന്ന് തൊഴുതോളൂ. ഇങ്ങനെ നോക്കുന്നവർ പിന്നെ അവസാനം അത് ആ ഭാഗത്തിൽ എത്തിച്ചേരും. അതാണ് അവിടെ വിരാട് സ്വരൂപമായിട്ട് വർണ്ണിക്കുന്നു.
പിന്നെ ചില മഹാത്മാക്കൾ കണ്ണടച്ച് ചതുർഭുജ സംഘചക്ര ഗദാധാരിയായിട്ട് ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നു. ഇങ്ങനെ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ മുക്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ശുകാചാര്യൻ. അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കും, എനിക്ക് ധ്യാനിക്കാനാവുന്നില്ലല്ലോ, ധ്യാനം ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് പോകും നമ്മളൊക്കെ. ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ മനസ്സ് എവിടേക്കോ ചെല്ലും. അപ്പം മനസ്സിന് നിയന്ത്രണമില്ലാത്തവർക്ക് എന്താണ് വഴി ചോദിക്കുമ്പോഴാണ് ഭാഗവതം കേട്ടാൽ മതി. ഇവിടെ അടുത്ത് കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ പതുക്കെ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരും. പിബന്തിയേ ഭഗവത ആത്മനഃ സതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം പുനന്തിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണ സരോരുഹ അന്തികം. ഇത് പറഞ്ഞ് ശുകാചാര്യൻ എത്തിയപ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാർ പറയുന്നു, ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനെ ഭജിക്കാൻ വേണ്ടി കൊടുത്തതാണ്.